പിരമിഡ് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലാണ്. അത് അൽ-ലുഖ്സുർ എന്ന് പറയും. ഈജിപ്തിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരെയാണ് അൽ-ലുഖ്സുർ. ലക്സർ ഇംഗ്ലീഷ് പറയും, അൽ-ലുഖ്സുർ എന്ന് അറബിയിലും പറയും. ലുഖ്സുർ കണ്ടില്ലെങ്കിൽ ഈജിപ്ത് കണ്ടില്ല എന്നാണ്. കാരണം അവിടെ ഒരു മല, റോയൽ രാജകീയ ശ്മശാന, അതെന്താ ഒരു മലയാണ്. ആ മലന്റെ ഉള്ളിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അടിയിൽ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വിശാലമായ, അതായത് ജീസയിലുള്ള പിരമിഡിന്റെ അകത്തളം എങ്ങനെയാണോ എങ്കിൽ അതേമാതിരി ഉണ്ടാക്കിയ മല തുറന്നിട്ട് അതില് 67 എണ്ണം ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത് ഒരു വർഷം മുമ്പ് കണ്ടുകിട്ടി. ഇതിന്റെ അകത്തളത്തിൽ ചെന്നാൽ കാണാൻ കഴിയും 5 റൂംസാ. അത് സെന്റർ ഒരു റൂം ഉണ്ടാവും. ആ റൂമിലാണ് ഈ കാരണം ഡെഡ് ബോഡി വെച്ചിട്ടുണ്ടാകുക. അതൊരു വലിയ ചില്ലിന്റെ കൂട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ ഭയങ്കര അത്ഭുതങ്ങളാണ്. അതിന്റെ ആ നിർമ്മിതിയൊക്കെ ഭയങ്കര അത്ഭുത. അതിൽ അന്ന് ഉണ്ടാക്കിയ ഛായാചിത്രങ്ങൾ ഇന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. എന്നിട്ട് 5 റൂംസിൽ എന്താന്ന് പറഞ്ഞാൽ അത് ഈ മമ്മിഫിക്കേഷനുമായി ബന്ധപ്പെട്ട, അതായത് മമ്മിഫിക്കേഷന് തലച്ചോറ് അതുപോലുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കിയതൊരു പാത്രത്തിൽ വെക്കും, അത് വെക്കാനുള്ള റൂം. അങ്ങനെ ഒരുപാട് കഥകൾ ഉള്ള ഒന്നാണത്. അതിൽ അവരുടെ ആഭരണങ്ങൾ, അവരുടെ എല്ലാ സാധനങ്ങളും വെക്കും. ഇത് വെച്ചൊക്കെ അടക്കും. അടച്ചാൽ ഇവിടെ ശ്മശാനം അടക്കം ചെയ്തിരിക്കുന്നു അറിയേയില്ല. അങ്ങനെ ഞാൻ 2-3-4 എണ്ണത്തിന്റെ ഉള്ളിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഇതിന്റെ ഉള്ളിൽ ഇറങ്ങി നോക്കുമ്പോൾ 168 സ്റ്റെപ്പ് അടിയിൽ ഇറങ്ങിയപ്പോഴാണ് ഉള്ളിലാണ്. അപ്പൊ 2-3-4 ഇറങ്ങിയ കയറിയപ്പോ പിന്നെ കാലൊക്കെ എല്ലാവർക്കും കടഞ്ഞ് എല്ലാവരും നിർത്തി. അപ്പോൾ അത് ഭയങ്കര അതിശയം. അത് എന്താന്ന് പറഞ്ഞാൽ ഇതിലുള്ള സ്വർണ്ണാഭരണങ്ങളും അതുപോലെ അമൂല്യമായ പല വസ്തുക്കളും ഒക്കെ കട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ ശ്മശാനത്തിൽ അടക്കിയോലെ തന്നെ ചിലപ്പോൾ കട്ടിട്ടുണ്ടാവും. ഏതായാലും കക്കാതെ കിട്ടിയ ഒരേ ഒന്നുണ്ട്. അത് തൂത്തൻ ഖാമൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ, അയാൾ 19 വയസ്സിൽ മരിച്ച ആളാണ് ഈ തൂത്തൻ ഖാമൻ. അങ്ങനെ ഇയാളുടെ ഇത് ആരും തുറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 1924 തുറന്നത്. 5000 വസ്തുക്കൾ ഈ ഖബറിന്ന് കിട്ടി. ആ വസ്തുക്കളാണ് ഇന്ന് ഈജിപ്തിലെ കൈറോവിലെ ലിബർട്ടി മ്യൂസിയത്തെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നത്.